പൊന്നാനിയിൽ ഭാര്യയെ ക്രൂരമായി കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട ഭർത്താവിനെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. സംഭവം നടന്ന പൊന്നാനി ഹാർബറിനോട് ചേർന്ന സ്ഥലത്തെത്തിച്ചാണ് തെളിവെടുത്തത്. പൊന്നാനി പോലീസ് സംഘം പ്രതിയുമായി തെളിവെടുപ്പിനെത്തുന്നതറിഞ്ഞ് നിരവധി ആൾക്കാരും സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. ബൈക്കിൽ ഫാത്തിമയ്ക്കും കുഞ്ഞിനുമൊപ്പം ബീച്ചിലേക്ക് എത്തിയതു മുതലുള്ള ഓരോ കാര്യങ്ങളും മുഹമ്മദ് പോലീസിനോട് വിശദീകരിച്ചു കൊടുത്തു. കൊല നടത്തുമ്പോൾ 4 മാസം പ്രായമുള്ള തങ്ങളുടെ മകൾ തൊട്ടടുത്ത് കിടപ്പുണ്ടായിരുന്നെന്ന് മുഹമ്മദ് പോലീസിനോട് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രിയാണ് കൊലപാതകം അരങ്ങേറിയത്. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തെ ചൊല്ലിയുള്ള സംസാരം വാക്കുതർക്കത്തിലെത്തുകയും അത് ക്രൂരമായ കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. സംഭവത്തിനു ശേഷം സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട മുഹമ്മദിനെ പിന്നീട് പരപ്പനങ്ങാടിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊന്നാനി പുനർഗേഹം ഭവന സമുച്ചയത്തിലെ താമസക്കാരാണ് ഫാത്തിമയും മുഹമ്മദും. കൊല നടത്തിയ ശേഷം പുലർച്ചെ 3 മണിയോടെ ഫ്ളാറ്റിലെത്തി കുഞ്ഞിനെ സ്വന്തം ഉമ്മയെ ഏൽപ്പിച്ച ശേഷം രക്ഷപ്പെട്ട മുഹമ്മദ് ജീവനൊടുക്കാൻ പദ്ധതിയിട്ടതായിരുന്നു. 1.5 വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതിനു ശേഷം ദമ്പതികൾക്കിടയിൽ സ്ഥിരമായി വഴക്ക് പതിവായിരുന്നെന്ന് അയൽവാസികൾ പറയുന്നുണ്ട്. ഭാര്യയ്ക്ക് മറ്റു ബന്ധങ്ങളുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ ചാനൽ ന്യൂസ് പൊന്നാനി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.